കുടുംബത്തിൽ മാതാപിതാക്കൾ ദൈവം നൽകുന്ന വരദാനങ്ങളാണ്. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ തണൽ ഇന്നലെ നമ്മുടെ അപ്പനോ അമ്മയോ കൊണ്ട വെയിലാണെന്നുള്ള തിരിച്ചറിവ് ഇന്നത്തെ തലമുറയ്ക്ക് ഏറെ അനിവാര്യമാണ്, അതുണ്ടാകേണ്ടതാണ് എന്നുള്ളതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം, നിന്റെ ദൈവമായ യഹോവ നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിനക്ക് തന്നിരിക്കുന്ന ദേശത്ത് നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കാം. വേദപുസ്തകത്തിൽ മാതാപിതാക്കളെ ബഹുമാനിക്കുവാനുള്ള ഒരു സന്ദേശമാണ് ഈ ഭാഗത്തിലൂടെ നമുക്ക് നൽകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാതാപിതാക്കൾ ദൈവം നമുക്ക് നൽകുന്ന വരദാനമാണ്. എൻ്റെ ശുശ്രൂഷയുടെ ഉടനീളം പലയിടങ്ങളിലും മാതാപിതാക്കളും അതുപോലെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള പല അവരുടെ കണ്ടുമുട്ടലുകളും അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യുന്നതും ഒക്കെ കാണാനും മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അവരോടുള്ള സംസാരങ്ങളും ഒക്കെ കേൾക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറെ ചിന്തിപ്പിച്ച ഒരു കാര്യം, സാധാരണ ദേവാലയത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഈ അമ്മമാർ കുഞ്ഞുങ്ങളെ വച്ചുകൊണ്ട് ദേവാലയത്തിൽ ഇരിക്കാറുണ്ട്. ഈ ആരാധന നടക്കുന്നതിനിടയിൽ തന്നെ പലപ്പോഴും കുഞ്ഞുങ്ങളൊന്ന് ഛർദ്ദിക്കാറുണ്ട്. ആ ഛർദ്ദിക്കുമ്പോൾ അമ്മയുടെ സാരിയിലൊക്കെ ആ ഛർദ്ദിലിങ്ങനെ ഒലിച്ചു പോകും, അല്ലെങ്കിൽ ഛർദ്ദിലാകും. ഒരു പരാതിയുമില്ലാതെ ഈ അമ്മ ഈ കുഞ്ഞിനെടുത്തുകൊണ്ട് പുറത്തേക്ക് പോകും. പുറത്ത് കൊണ്ടുപോയി കുഞ്ഞിനെയും കഴുകി വൃത്തിയാക്കി ഈ ഛർദ്ദിലും സാരിയിൽ നിന്നൊക്കെ കഴുകി വൃത്തിയാക്കി ദേവാലയത്തിനകത്തേക്ക് വന്നിരിക്കുന്ന കാഴ്ചകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വളർത്തി വലുതാക്കുന്ന മക്കൾ വളർന്നു വരുമ്പോൾ അപ്പനോടും അമ്മയോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നിങ്ങൾ ആരാണ്? എനിക്കറിയാം ജീവിക്കാൻ, ഞാൻ എൻ്റെ കാര്യം ചെയ്തു കൊള്ളാം. ഇങ്ങനെ പറയുന്ന കുട്ടികൾ ഇന്ന് വളരെ കൂടുതലാണ് എന്ന് പറയാതിരിക്കാനായിട്ട് നിവൃത്തിയില്ല. എന്നെ കേൾക്കുന്ന ക്രൈസ്തവ കുടുംബത്തിലെ ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങളുടെ മാതാപിതാക്കൾ ദൈവം നിങ്ങൾക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. അവരെ ബഹുമാനിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ യഹോവ നിനക്കൊരുക്കിയിരിക്കുന്ന ദേശത്ത് നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ഇന്ന് ബഹുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാതാപിതാക്കളോടുള്ള ബഹുമാനം വളരെ കുറവുള്ള ഒരു കാലഘട്ടം. നമ്മുടെ പാരമ്പര്യം, ഭാരത സംസ്കാരം അനുസരിച്ച് നമ്മുടെ മുതിർന്നവരെ ബഹുമാനിക്കുന്നതും മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതും ഏറെ അധികം ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു ഭാരതമായിരുന്നു, അല്ലെങ്കിൽ ആണ് എന്ന് പറയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഇന്ന് പലപ്പോഴും മാതാപിതാക്കളെ പോലും നീ എന്ന പദം ഉപയോഗിച്ച് വിളിക്കുന്ന മക്കളുടെ എണ്ണം കുറവല്ല. നമ്മുടെ ഭാരതത്തിൽ മുതിർന്നവരെ അല്ലെങ്കിൽ മാതാപിതാക്കളെ നിങ്ങൾ എന്ന പദം ഉപയോഗിച്ചാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്ന് അഭിസംബോധന ചെയ്തിരുന്നു. പേര് പറഞ്ഞു പോലും ഇന്ന് മാതാപിതാക്കളെ അഭിസംബോധന ചെയ്യുന്നു. നമ്മുടെ ഭാരതത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ബഹുമാനത്തിൻ്റെ ഭാഗമായി നിങ്ങൾ എന്ന പദമാണ് ഉപയോഗിച്ചത്. എന്നാൽ അതിനൊക്കെ ഇന്ന് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇവിടെ ആയിരുന്നാലും നാം ഒരു കാര്യം ഓർക്കുക, വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. അവരെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മൾ മുന്നോട്ട് നയിക്കുമ്പോൾ തീർച്ചയായും നമുക്കത് ജീവിതത്തിൽ അനുഗ്രഹം തന്നെയായിരിക്കും ലഭിക്കുക. ആ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഭവനത്തിൽ സന്ദർശനത്തിനായിട്ട് പോയി. അവിടെ പോയി സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനിടയിൽ ഒത്തിരി കാര്യങ്ങൾ, അവരെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവരോട് സംസാരിച്ചു. അതിനിടയിൽ ആൻറ്റിയുടെ മുഖം കണ്ടപ്പോൾ ഒരു സന്തോഷവും അവരുടെ മുഖത്ത് കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ആൻറ്റിയോട് ചോദിച്ചു, ആൻറ്റി എന്തു പറ്റി? നിങ്ങളുടെ മുഖത്ത് ഒരു സന്തോഷം കാണാൻ പറ്റുന്നില്ലല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആൻറ്റി എന്താ കാര്യം? ആൻറ്റിയുടെ മുഖത്തൊരു ചിരി എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. അവരാ സമയത്ത് ഒരു ദീർഘശ്വാസം വലിച്ചു വിട്ടു. ദീർഘശ്വാസം വലിച്ചു വിട്ടിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി വിങ്ങിപ്പൊട്ടി കരയാനായിട്ട് തുടങ്ങി. എന്ത് കാര്യമെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ വിങ്ങിപ്പൊട്ടി കരഞ്ഞ് ഒന്ന് ആശ്വസിച്ച ശേഷം ആൻറ്റി എന്നോട് പറഞ്ഞു, അച്ഛാ, ഈ വീട്ടിൽ എനിക്കെല്ലാ സൗഭാഗ്യങ്ങളുമുണ്ട്. എൻ്റെ ഭർത്താവ് മദ്യപാനിയല്ല, അദ്ദേഹം വീട്ടിലെല്ലാ സാഹചര്യങ്ങളും എനിക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. എൻ്റെ മക്കൾ ഇന്ന് സെറ്റിൽഡാണ്. പക്ഷേ ഒരു കാര്യമുണ്ട് അച്ഛാ, ഈ വീട്ടിൽ വന്നതിന് ശേഷം ഞാനൊന്ന് മനസ്സ് തുറന്ന് ചിരിച്ചിട്ടില്ല അച്ഛാ. ഈ വീട്ടിൽ വന്നതിന് ശേഷം ഞാനൊന്ന് മനസ്സ് തുറന്ന് ചിരിച്ചിട്ടില്ല. എന്നും കുത്തുവാക്കുകൾ മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് എനിക്ക് എൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ഞാൻ ഈ വീട്ടിൽ ഒന്ന് നന്നായി ചിരിച്ചിട്ടില്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിലും ഇതുപോലെ ചിരിക്കാൻ കഴിയാത്ത ഒരുപാട് അമ്മമാരുണ്ട്. കുത്തുവാക്കുകൾ കേട്ട് ജീവിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. അവരെ ഒന്ന്
ചേർത്ത് പിടിച്ച് അവർക്ക് ഒരു പുഞ്ചിരി സമ്മാനിക്കുവാൻ നമുക്ക് കഴിയുമോ? അവർക്കൊന്ന് ഒരു പുഞ്ചിരി സമ്മാനിക്കുവാൻ, അവരെ കൊണ്ട് ചിരിപ്പിക്കുവാൻ. നമ്മുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ ചിരിക്കുന്നവരാണോ? അവർ ചിരിക്കാത്തതിന് കാരണങ്ങൾ എന്താണ്? നമുക്ക് അന്വേഷിക്കാമോ? നമ്മുടെ ഭവനങ്ങളിൽ പലപ്പോഴും നമ്മുടെ അമ്മമാരോടും നമ്മുടെ വീട്ടിലുള്ള അപ്പനോടും ഒക്കെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങളാണ് പറയാറുള്ളത്. ഭാര്യയോടും ഭർത്താവിനോടും ഒക്കെ നമ്മുടെ ആവശ്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയാറുള്ളത്. എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, എനിക്ക് നിങ്ങളത് ചെയ്തു തരണം, എനിക്ക് ആ കാര്യങ്ങൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഞാൻ വരുമ്പോൾ ക്രമപ്പെടുത്തിയിരിക്കണം. നമ്മുടെ ആവശ്യങ്ങളാണ് പറയാറുള്ളത്. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, ഹാവ് യു സെൻസ്ഡ് ദ നീഡ് ഓഫ് അവർ പാർട്ട്ണർ? നമ്മുടെ കൂടെയുള്ള കുടുംബാംഗങ്ങളുടെ ആവശ്യം ചോദിച്ചറിയാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഭവനത്തിലുള്ള അമ്മയുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൻ്റെ ഇഷ്ടങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും നമ്മളതിന് ശ്രമിക്കാറില്ല. നമ്മുടെ ആവശ്യങ്ങൾ മാത്രമാണ് പറയാറുള്ളത്. നമ്മുടെ ഭാര്യയോട്, നമ്മുടെ ഭർത്താവിനോട്, നമ്മുടെ മക്കളോട് നമ്മുടെ ആവശ്യങ്ങൾ മാത്രം പറയുന്നു. പകരം നമുക്ക് ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് എന്ന് ഒന്ന് ചോദിക്കാമോ? നമ്മുടെ അപ്പനോടും നമ്മുടെ അമ്മയോടും ഒക്കെ ഒന്ന് ചോദിക്കാമോ? അവരുടെ സന്തോഷങ്ങൾ കണ്ടെത്താൻ നിങ്ങളുടെ സന്തോഷം എന്താണെന്ന് നമുക്കൊന്ന് അവരോട് ചോദിക്കാമോ? തീർച്ചയായും അതേറെ അനുഗ്രഹകരമായിരിക്കും. സാധാരണ എല്ലാ വീടുകളിലും അമ്മമാരോട് ചോദിച്ചാൽ, ഭക്ഷണ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ അമ്മമാർ പറയും, എൻ്റെ മോനിഷ്ടം ദോശയാണ്, അതുകൊണ്ട് തിങ്കളാഴ്ച ദോശ വയ്ക്കും. മോൾക്കിഷ്ടം ഇഡലിയാണ്, അതുകൊണ്ട് ചൊവ്വാഴ്ച ഇഡലി വയ്ക്കും. ചേട്ടനിഷ്ടം പുട്ടാണ്, അതുകൊണ്ട് ആ ദിവസം ഞങ്ങൾ ബുധനാഴ്ച പുട്ട് വയ്ക്കും. ഇതിങ്ങനെ സൈക്കിളായി കറങ്ങിക്കൊണ്ടിരിക്കും. എന്നെ കേൾക്കുന്നവരെ, നമ്മൾ എത്ര പേരാണ് ഇന്ന് അമ്മയ്ക്കിഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കാമോ, ഞാൻ ആ ഫുഡ് കഴിക്കാം എന്ന് പറയുന്ന എത്ര പേരുണ്ട്? അവരുടെ ഇഷ്ടങ്ങൾ ഒന്ന് ചോദിച്ചറിയുന്ന എത്ര പേരുണ്ട്? ആ ഇഷ്ടങ്ങളെ നമുക്കൊന്ന് ചോദിച്ചറിഞ്ഞാൽ അവരെ ഒന്ന് പുഞ്ചിരിപ്പിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വീട്ടിൽ ഇതുപോലെ ചിരിക്കാൻ കഴിയാത്ത ഒരുപാട് അമ്മമാരുണ്ട്. ചിരിക്കാൻ കഴിയാത്ത, പൊട്ടിച്ചിരിക്കാൻ കഴിയാത്ത, മനസ്സ് തുറക്കാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട്. അവരുടെ ആവശ്യങ്ങൾ ഒന്ന് ചോദിച്ച് അവരോടൊപ്പം ഒന്ന് ചേർന്ന് നിൽക്കാം. അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊന്ന് ചെയ്യാം. എങ്കിൽ തീർച്ചയായും നമ്മുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. നല്ല പുഞ്ചിരിയുള്ള കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറും.